ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് ഗോഡ് സ്റ്റാറ്റസ് കിട്ടുകയെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ബഡ്ജറ്റോ ബോക്സ് ഓഫീസ് കളക്ഷനോ അല്ലെങ്കിൽ കുറെ CGI സീൻസോ പിന്നെ കുറെ മാസ് എലിവേഷൻ സീനുകളോ അല്ലെങ്കിൽ ഒരു ഐറ്റം സോങ്ങോ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് വരും എന്നുള്ള അനൗൺസ്മെന്റോ ഇതൊന്നുമല്ല. അത് നമ്മളൊരു സിനിമയെ എത്ര തവണ റീവാച്ച് ചെയ്താലും പുതിയ 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 കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കില്ലേ. അതായത് അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഫോർ ഷാഡോയിങ് ഒക്കെ അതിലിങ്ങനെ കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ്. ഒന്ന് രണ്ട് തവണ കണ്ടതുകൊണ്ടൊന്നും നമുക്ക് ആ സിനിമയുടെ മുഴുവൻ സംഭവങ്ങളൊന്നും പിടിയിട്ടില്ല. വേ എഹെഡ് ഓഫ് ദ ടൈം എന്നൊക്കെ പറയില്ലേ, അതാണ് ആക്ച്വലി ഗോഡ് സ്റ്റാറ്റസ് ഉള്ള സിനിമകൾ എൻ്റെ അഭിപ്രായത്തിൽ. ഇത് പറയാൻ കാരണം റെഡിറ്റിൽ പുതിയൊരു ഹിഡൻ ഡീറ്റെയിലിൽ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുബ്രിക്കിന്റെ 1980 ഇറങ്ങിയ ദ ഷൈനിങ് ഉണ്ടല്ലോ, സിനിമയെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ടല്ലോ. സിനിമ മൊത്തം തന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇതിൽ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ ക്യാരക്ടർ ജാക്ക് നിക്കൽസൺ ഇല്ലേ, പുള്ളി ഇവരിങ്ങനെ കുറെ സീനുകൾ എടുത്ത് നോക്കുമ്പോൾ പുള്ളി ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്. എല്ലാവർക്കും ഇത് അറിയാമെന്ന് തോന്നുന്നു. ആക്ച്വലി ഏതൊരു നടന്റെ അടുത്തും ഫോർത്ത് വാൾ ബ്രേക്കിംഗ് സീനിലല്ലാതെ ക്യാമറയിലേക്ക് ഒരിക്കലും നോക്കരുത് എന്നാണ് എല്ലാവരും സാധാരണ പറയാറ്. പക്ഷെ കുബ്രിക്കിന് ഇവിടെ എന്ത് ചെയ്യണം, ഈ കാണുന്ന ഓഡിയൻസിനെ ഒന്ന് അൺസെറ്റിൽ ചെയ്യണം, അതായത് ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യണം. ഇതെന്താ നായികൻ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നതെന്ന് പെട്ടെന്ന് അവരൊരു ഉണ്ടാക്കണം. അപ്പൊ അതിനുവേണ്ടി ഈ ജാക്ക് നിക്കൽസൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കുന്നത് ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. കുബ്രിക്കിന്റെ വർക്കൊക്കെ ടൈംലെസ് ആണെന്ന് പറയുന്നത് ചുമ്മാ ഒന്നും അല്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചുകൊണ്ടാണ്.